ഖ ഖ ഈ അക്ഷരത്തിൻ്റെ മഖ്റജും ഒന്ന് തന്നെയാണ്. ഖായിൻ്റെയും ഖൈനിൻ്റെയും സ്ഥലം ഒന്ന് തന്നെയാണ്. തൊണ്ടയുടെ മേലെ അറ്റം. തൊണ്ടയെ നമ്മൾ മൂന്നായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്തെ ഭാഗത്തു നിന്നാണ് ഹംസയും ഹായും വരുന്നത്. അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടില്ല. അടുത്ത തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഏതൊക്കെ വരുന്നത്? ഹായും ആയിനും വരുന്നത്. തൊണ്ടയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ ഖാ പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്നത്? നമ്മൾ കാർക്കിച്ച് തുപ്പാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നിട്ടാണ് ഖായും ഖൈനും വരുന്നത്. പക്ഷെ സൗണ്ടിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഖാ വരുന്ന സ്ഥലത്ത് നിന്ന് ശ്രദ്ധിച്ചത് അവിടുന്ന് ഖൈൻ ഈ അക്ഷരം പറയുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ സാധാരണ പറയലുണ്ടല്ലോ, ഖാ പറയുമ്പോൾ ഖ എന്ന് പറയാതെ ഖ എന്ന് പറയണം. അതേ വിഷയം ഇവിടെയും വരും. ഖ എന്ന് പറയാതെ എങ്ങനെ പറയണം? ഖ. ഒന്ന് ചെറുതായിട്ടൊന്ന് ബോൾഡ് ചെയ്തിട്ട് പറയണം. അതിനെന്ത് ചുണ്ട് ജസ്റ്റ് ഒന്ന് വളച്ചാൽ മതി. വല്ലാതെ വളച്ചു ഹോ എന്നും ആവരുത്, ഖ എന്നും ആവരുത്. രണ്ടിൻ്റെയും മധ്യത്തിൽ എന്ത് ചെയ്യണം? ഖൈൻ ഖൈൻ ഒയിൻ അല്ല ഖൈൻ. അപ്പം ഇങ്ങനെ ഈ സാധാരണ നമ്മൾ തൊണ്ടവേദനയ്ക്ക് വരുമ്പോൾ ഇത് ചെയ്യത്തില്ലേ, ഗാർഗിൾ ചെയ്യത്തില്ലേ? അപ്പം ആ സൗണ്ടാണ് വരേണ്ടത്. ഖൈൻ. ഓരോരുത്തരെന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഒന്നുകൂടെ. ഓക്കെ കറക്റ്റാണ്. ഒന്നുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഖൈൻ എന്ന് പറയരുത്, കുറച്ചൊന്ന് ആക്കിയിട്ട് ഖൈൻ ഖൈൻ. ഒന്നുകൂടെ ഖൈൻ. ഓക്കെ മാഷാ, ഇത് കറക്റ്റായി. ഇനി അയിനൊന്നും ശരിയാവണം. അപ്പുറം ഖൈൻ കറക്റ്റാണ്. ഒന്നുകൂടെ ആ ഖൈനിൻ്റെ സൗണ്ട് എന്നുള്ള സൗണ്ടാണ് വരേണ്ടത്. അത് ക്ലിയർ ആവുന്നില്ല. അത് ഖ എന്ന് പറഞ്ഞിട്ട് ഖ. നിങ്ങളത് ഒയിൻ ഒയിന്ന കേൾക്കുന്ന, ഖായിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല. അതെ മാറി കൊടുത്താൽ മതി. അല്ല ഒയിന്ന കേൾക്കുന്നത്, ഒയിനല്ല. ഞാൻ പറഞ്ഞില്ല ആദ്യം ആ സൗണ്ട് ക്ലിയർ ആക്കുക. ഖ എന്നുള്ള സൗണ്ട് ക്ലിയർ ആക്കിയിട്ട് പിന്നെ ഖൈൻ എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. ഇപ്പൊ ഖായിലേക്ക് പോയി. ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നുകൂടെ. ഓക്കെ ശരിയാണ്. ഓ മാഷാ അല്ലാഹ്, ഫസ്റ്റ് ടേക്ക്. നമ്മള് അല്ലാതെ നമ്മൾ കാണലുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഫ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആൾക്കാർ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവര് ഞാൻ എങ്ങനെ പറയരുതെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് വെക്കുന്നുണ്ട്. ഫ എന്ന് പറയുന്നുണ്ട്. ഫ എന്ന് പറയേ ചെയ്യരുത്. ഫ നമ്മൾ നോക്കിയേ. ഫ മൈക്ക് നോക്കട്ടെ, മൈക്കിൽ തന്നെ പറഞ്ഞോളി. ഓക്കെ ഒന്നുകൂടെ. ഓക്കെ ഒന്നുകൂടെ. ഓക്കെ ഇത് വളരെ സിമ്പിൾ അക്ഷരമാണല്ലോ. നീട്ടരുത്, കുറെ നീട്ടരുത്. ഫ നീട്ടരുത്. ഫ. ഓക്കെ ഇനി അടുത്ത് അടുത്ത ആള്. ഓക്കെ ഇനി അടുത്ത അക്ഷരമാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട അക്ഷരം. അതേതാ? ഈ അക്ഷരം എഴുതുമ്പോൾ വരിയുടെ താഴത്തേക്കില്ല കേട്ടോ. വരിയുടെ താഴത്തേക്ക് പോകണ്ട, വരിയുടെ മുകളിൽ തന്നെ. അടുത്ത അക്ഷരം എഴുതുമ്പോൾ പകുതി മുകളിലും പകുതി താഴെയും. ഇതേതാ അക്ഷരം? ഈ അക്ഷരമാണ്. ഈ അക്ഷരം പഠിക്കണമെങ്കിലുള്ള ഉസ്താദ് ഏതാണെന്നറിയോ? കോഴി എന്ന് പറയത്തില്ലേ? അത് നാവിൻ്റെ അങ്ങേ അറ്റവും, അതായത് അണ്ണാക്ക് എന്ന് പറയുമല്ലോ, നാവിൻ്റെ അങ്ങേ അറ്റവും നേരെ മേൽഭാഗവും, അതാണ് അതിൻ്റെ ഉച്ചാരണത്തിൻ്റെ സ്ഥലം. ഇനി നമുക്ക് പറഞ്ഞു നോക്കാം. ഖാഫ്. ഈ അക്ഷരവും കനപ്പിക്കേണ്ട അക്ഷരമാണ്. ഖാഫ് എന്ന് പറയരുത്, ഖാഫ്. അക്ഷരത്തിൻ്റെ സ്ഥലം മനസ്സിലായോ? നാവിൻ്റെ അങ്ങേയറ്റം, അതായത് അണ്ണാക്ക് ഭാഗം. അത് ഞാൻ ചുണ്ട് ബോൾഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്താ ചെയ്യുന്ന അറിയും? ചുണ്ട് നല്ലോലാണ്ട് ബോൾഡ് ചെയ്യും, കോന്നായി പോകും. അങ്ങനെ ആവരുത്. ഖാഫ്. അപ്പോൾ എന്താണ്? നിങ്ങൾ എന്ത് പറ്റി? തലവേദന എടുക്കുന്നുണ്ടോ? അങ്ങനെ അതിനോട് ചിന്തിക്കുകയാണ്, അഗാധമായ ആലോചനയില്ല. അപ്പം എന്താണ്? ഖാഫ്. ഇത് അടുത്ത ഞാൻ അക്ഷരം വരും കാഫ്. അതുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത്
നാവിൻ്റെ അങ്ങേയറ്റം കോ. നമ്മൾ കോഴി ആലോചിച്ചാൽ മതി, കോ 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 എല്ലാ ദിവസവും പറയത് കോ കോ കോ. അപ്പം കോഫ് അത് നീ കോഫ് ഒന്നുകൂടെ കോഫ്. ഓരോരുത്തരും പറഞ്ഞു നോക്കിയേ. കോഫ്. ഓക്കെ. കോഫ്. ഒന്നുകൂടെ കോഫ്. അതൊരു കോയിലേക്ക് കോഫ്. ഒന്നുകൂടെ കോഫ്. ഓക്കെ കോഫ്. ഓക്കെ കറക്റ്റ്. കോഫ്. ഓ മാഷാ അല്ലാ, ഞാൻ പ്രതീക്ഷയെക്കാൾ എല്ലാവരും ഉഷാറായിട്ട് പറയുന്നുണ്ട് അക്ഷരം. മാഷാ അല്ലാ. കോഫ്. ഒന്നുകൂടെ. കോഫ്. നമ്മൾ കാ എന്നുള്ള സൗണ്ട് ഇല്ലേ, അതേ അല്ല, കാഫിൻ്റെ ഒക്കെ കുറെ ഉള്ളിലേക്ക് സൗണ്ട് പോകണം. കോ കോ അല്ലേ ഈ പറഞ്ഞേ. കോഫ്. ഇതാണ് കറക്റ്റ്. ഒന്നുകൂടെ കോഫ്. ഒന്നുകൂടെ കോഫ്. അടിച്ചിട്ട് കോഫ്. പോയി. ഇപ്പൊ വീണ്ടും കാഫിലേക്ക് എത്തി. കോഫ്. നാവിന്റെ അങ്ങേ തൊണ്ട ഈ ഭാഗം ഇല്ലേ, ഇവിടുന്ന് പറയണം. കോഫ്. ഒന്നുകൂടെ. കോഫ്. അതൊന്ന് ട്രൈ ചെയ്യട്ടാ. അങ്ങോട്ട് പോവാം. കോഫ്. ഒന്നുകൂടെ. കോഫ്. ഓക്കെ കോഫ്. ഓക്കെ കറക്റ്റ്. കോഫ്. ഒന്നുകൂടെ. കോഫ്. ഞാൻ ഈ അക്ഷരം പറയുമ്പോൾ പറയുന്നത് കാഫ് എന്ന് പറയുന്നത് കോ കോ കോഫ്. കോ. കോ കോ. ആ കോ. കോഫ്. കോഫ്. ഒന്നുകൂടെ. കോഫ്. ഓക്കെ. ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ പോലും അത് ശരിയായി കറക്റ്റ് ആയിട്ട്. കോഫ്. ഒന്നുകൂടെ. കോഫ്. ഓക്കെ. അപ്പം ഇതാണ് കോഫ്. അപ്പം ഇന്ന് പഠിച്ച ആദ്യത്തെ അക്ഷരം ഏതാണ്? ഐൻ. ഐൻ കഴിഞ്ഞ അടുത്തത് ഗൈൻ. ഐൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഗൈൻ. ഗൈൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഫ. അടുത്ത അക്ഷരം ഖാഫ്. ഖാഫ്. ഇനി അടുത്ത അക്ഷരം ഏതാ? അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അക്ഷരം തീരും. നമുക്ക് 24 28 മറ്റ് 14 ആക്കിയാൽ മതി. അപ്പോൾ ഖാഫ് കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ്? ഈ അക്ഷരം പല രീതിയിൽ എഴുതാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. പല രീതിയിൽ എഴുതാനുള്ള അക്ഷരം. ഓക്കെ. എഴുതെങ്ങനെ മനസ്സിലായതാ? ഒരു ഇങ്ങനെ ഇട്ടിട്ട് ഓക്കെ, വരയുടെ മുകളിൽ തന്നെ എല്ലാം ഫുള്ള്. ഹംസ അല്ല അത്. ഹംസ നമ്മൾ ഇങ്ങനെയല്ലേ ഇടുക. ഹംസ ഇങ്ങനെ ഇടുക. ഇത് എന്തറിയോ, ഈ സാധനം ഇനി ഇങ്ങനെ എഴുതും. ഈ കാഫ് ഇങ്ങനെ എഴുതലുണ്ട്, മനസ്സിലായില്ലേ? അത് വ്യത്യസ്ത രീതിയിൽ എഴുതും. ഈ അക്ഷരത്തിൻ്റെ പേരെന്താ? സാധാ പോലെ കാഫ്. അത് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലുള്ള വെറും കായല്ല, എന്നുള്ളൊരു സൗണ്ട്, ഒരു ചെറിയൊരു കാറ്റ് വരലുണ്ട്, മനസ്സിലായല്ലോ? കാ എന്ന് പറയാതെ നമ്മൾ കാക്ക എന്ന് പറയുമ്പോൾ കാവല്ല. മലയാളത്തിലുള്ള കായല്ല പൂർണ്ണമായിട്ട്. അറബിയിൽ പറയുമ്പോൾ ഒരു ഖ എന്നുള്ള സൗണ്ട് വരും. ഖ, മനസ്സിലായോ? ചിഹ്നം ഞാൻ ആദ്യം വലുതാക്കി എഴുതി കാണിക്കാം, നിങ്ങൾ ചെറുതാക്കി ഇട്ടാൽ മതി. അല്ലല്ല, അലിഫ് ഇട്ടാൽ പോരാ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചിഹ്നം എന്ത് ചെയ്യണം? ചെറുതാക്കി ഇട്ടാൽ മതി. ഓക്കെ. അപ്പം ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഖാഫ്. എന്താണ് അത്? കേഫ് എന്ന് പറയണ്ട, നമ്മൾ ഖാഫ് എന്ന് തന്നെ ആ കായിൽ എന്നുള്ളൊരു ചെറിയൊരു കാറ്റിൻ്റെ സൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. എന്താണ്? ഖാഫ്. ഖാഫ്. ഖാഫ് കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ക. വെറും ക എന്ന് പറയരുത്, ഖ. ഖാഫ്. അത് പൊതുവെ ഈ ഏരിയയിലേക്ക് അത് ഖേ എന്നുള്ള സൗണ്ടിൽ പഠിപ്പിക്കും. അത്ര വേണ്ട. ഖാഫ് എന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നുകൂടെ. ഒന്നുകൂടെ. സൗണ്ട് പോയോ ഇതിൻ്റെ? ഒന്നുകൂടെ. ഓക്കെ. Kaf. 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 ഒന്നുകൂടെ. Kaf. Kaf. ഒന്നുകൂടെ. ഒന്നുകൂടെ. Kaf. കാഫ്. Kaf. ഓക്കെ. Kaf. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇനി എല്ലാം സിമ്പിളാണ്. ഓക്കെ, കറക്റ്റ്. Kaf. ഒന്നുകൂടെ. അടുത്ത നിങ്ങൾ ഇതൊന്നും സൗണ്ടിലായിരിക്കും. എനിക്ക് കേൾക്കാത്താണോ? Kaf. ഓക്കെ. Kaf. ഒന്നുകൂടെ. Kaf. Kaf. ഓക്കെ. Kaf. ഓക്കെ. അപ്പം ഇപ്പം എത്ര അക്ഷരമായി ഇന്ന്? 4. ഇന്ന് 5 അക്ഷരം അല്ലേ? ഇനി അടുത്ത അക്ഷരം ഏത്? ഇനിയൊക്കെ സുഖമുള്ള അക്ഷരം കൊണ്ട് സ്പീഡ് എടുക്കട്ടെ. അടുത്ത അക്ഷരം ഏതാ? കാഫ് കഴിഞ്ഞാൽ ലാം.
ഇതാർക്കെങ്കിലും പ്രയാസമുണ്ടോ? ലാം എൽ എന്നിട്ട് എന്താ ല, അത് ലാം എന്നാക്കിയാൽ മതി. ലാം ലാം. ഇനി എല്ലാവരും കൂടെ പറയിപ്പിക്കണോ ഈ അക്ഷരം? വളരെ സിമ്പിൾ അക്ഷരമാണ്. ലാം എന്ന് ഒക്കെ പറഞ്ഞാൽ മതി എല്ലാവരും. ലാം ലാം. ഓക്കെ. ലൈനിൻ്റെ പകുതി ഈ ലാൻ്റെ ഈ വര മാത്രം മുകളിൽ, ബാക്കി താഴേക്ക്. ഇപ്പം ലാം. ലാം കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? മീം. മീം. ഈ അക്ഷരം എന്ന് പറഞ്ഞേ മീം. മീം മീം. ഈ അക്ഷരം പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ചുണ്ട് പൂർണ്ണമായ രീതിയിൽ പൂടണം, അടയണം. ഏതുപോലെ? ബാ പറയുമ്പോൾ ഉള്ളതുപോലെ. ബാ, ഈ ബാ പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ. ബാ പറയുമ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ ഏത് ഭാഗം തട്ടുന്നത്? നനവുള്ള ഭാഗമാണോ ഉണങ്ങിയ ഭാഗമാണോ? ഉണങ്ങിയ ഭാഗമാണ്. ബാ പറയുമ്പം നമ്മുടെ രണ്ട് ചുണ്ടിൻ്റെയും ഉണങ്ങിയ ഭാഗമാണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ മീം പറയുമ്പോഴോ? മീം പറയുമ്പം ചുണ്ടിൻ്റെ നനവുള്ള ഭാഗം വേണം പറയാൻ. മീം. മീം. മീം എന്ന് പറയരുത്. മീ എന്നല്ല, മീ. സാധാ പോലെ നമ്മൾ ചുണ്ട് സാധാരണ അടയ്ക്കില്ല നമ്മൾ സാധാ. അപ്പം എങ്ങനെയാണ് ഉണ്ടാകുക? നനവുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. അതേപോലെ പറഞ്ഞാൽ മതി. അതിന് കൂടുതൽ ബലം കൊടുത്തെന്തായിരുന്നു? മീം എന്ന് പറയരുത്. പക്ഷേ മീം. മീം സാധാ പോലെ തന്നെ. ചുണ്ട് സാധാരണ ഇതിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. മീം എന്ന് പറഞ്ഞേ. മീം. മീമിൻ്റെ ചെറിയൊരു തരിപ്പ് പോകും. അത് മീമിലും നൂനിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ മണിക്കുന്ന അക്ഷരങ്ങളായതുകൊണ്ട് മണിക്കിൽ വരുന്നത് അത്രേ ഉള്ളൂ. അതല്ല മീം. നമ്മുടെ മീം. പക്ഷെ അതിൻ്റെ മഹ്റജ് പറയുമ്പോൾ നമുക്ക് അത് മൂക്കിൻ്റെ കരിയെ പറയത്തില്ല, ചുണ്ടുമായിട്ടുള്ള ബന്ധമേ പറയുള്ളൂ. മീം. നമ്മുടെ മീം. ഓക്കെ. മീം. ഓക്കെ. ഇതൊക്കെ സിമ്പിൾ അക്ഷരങ്ങളാണ്. മീം. മീം. നിങ്ങൾ ആദ്യത്തെ 3-4 അക്ഷരം കുറച്ച് ഉള്ളായിരുന്നു. അത് നിങ്ങളൊന്നും വീഡിയോ ഒന്ന് റെഡിയാക്കാം കേട്ടോ. മീം. ഓക്കെ. മീം. ഓക്കെ. മീം. ഓക്കെ. മീം. ഓക്കെ. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി അടുത്ത അക്ഷരം ഏതാ? ഇത് കുറേ അക്ഷരം എടുത്തു പോകുന്നത്. ഇത് നമുക്ക് ഓർഡറായിട്ട് പഠിക്കണം. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ടത്. ഇന്ന് പറയിപ്പിക്കും ബോർഡ് തിരിച്ചു വെക്കാം. അപ്പം അറിയാം ആരൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓർഡറായിട്ട് ഇതേപോലെ പറഞ്ഞ് പഠിക്കണം. അലിഫിൽ തുടങ്ങിയാൽ പഠിച്ച അത്ര അക്ഷരങ്ങൾ ഓർഡറായിട്ട് പറയണം. മീമിൻ്റെ മുകളിൽ തന്നെ ഇതിൻ്റെ ഇത് മാത്രം കുറച്ച് താഴത്ത് കൊന്നാലും കുഴപ്പമില്ല. മീം. മീം എഴുതുമ്പോൾ അതും വ്യത്യസ്ത കോലത്തിൽ എഴുതലുണ്ട്. നമ്മളിപ്പോൾ എഴുത്ത് പഠിപ്പിക്കാത്തതുകൊണ്ട് ഒന്ന് ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും, പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതും. വ്യത്യസ്ത രീതിയിൽ എഴുതുന്നുണ്ട്. ഒക്കെ മീമാണ്. അടുത്ത അക്ഷരം ഏതാ? മീം കഴിഞ്ഞാൽ നൂൻ അല്ലേ? നൂൻ. അക്ഷരം പഠിക്കുമ്പോഴേ ഈ അക്ഷരം എഴുതുമ്പം ഈ ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം, താഴത്തേക്ക് വരണം. ഈ അക്ഷരത്തിൻ്റെ പേരെന്താ? നൂൻ. നൂൻ പറയാനും സുഖമാണ്. ഇംഗ്ലീഷിലെ എന്ന് പറയുന്ന NA. അപ്പോൾ ആ നൂൻ്റെ അക്ഷരം നൂൻ എന്ന് പറഞ്ഞാൽ മതി. നൂൻ. നൂൻ എന്ന് പറഞ്ഞു നോക്കിയേ. നൂൻ. ഇതൊക്കെ എളുപ്പമുള്ള പറയിപ്പിക്കണം. ഇനി സമയം. നൂൻ. നൂൻ. ഓക്കെ. നൂൻ. നൂൻ. ഓക്കെ. നൂൻ. നൂൻ. നൂൻ എന്ന് പറഞ്ഞ തുടങ്ങുന്ന സൂറത്ത് തന്നെ ഉണ്ട് ഖുറാനിൽ. നൂൻ. അറിയോ? ഓർക്കെ. നൂൻ. ഓക്കെ. കലം. നൂൻ. ഓക്കെ. നൂൻ. ഓക്കെ. നൂൻ. ഓക്കെ. നൂൻ. ഓക്കെ. അടുത്ത അക്ഷരം ഇനി അടുത്ത അക്ഷരം പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എളുപ്പമുള്ള അക്ഷരമാണ്. പക്ഷേ ഏതാ അടുത്ത അക്ഷരം എന്ന് പറയാൻ പറ്റുമോ? നൂൻ. സാധാരണ പഠിപ്പിക്കുമ്പോൾ നൂൻ കഴിഞ്ഞിട്ട് ഹാ വാവു ഹംസ എന്ന് പഠിപ്പിക്കലുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നൂന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം വാവ പഠിപ്പിക്കുക. കാരണം വാവ് കഴിഞ്ഞാൽ ഹാ ഹംസ രണ്ടും ഏകദേശം സാമ്യമുള്ളത്, പറയാൻ സാമ്യമുള്ളത് കൊണ്ട് അങ്ങനെ പഠിപ്പിക്കുകയാണ്. നൂന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? ഇപ്പം നിങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അക്ഷരത്തിൻ്റെ പേര് വാ എന്നല്ല, വായല്ല, വാവ്. രണ്ട് ശ്രദ്ധിക്കണം. എന്ത്? വാവ്. അവസാനിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. അല്ല അവസാനിക്കേണ്ടത്, അല്ലാതെ വാ എന്ന് പറഞ്ഞ് മാത്രം നിർത്തരുത്, മറിച്ച് വാവ്. വാവ്. നമ്മൾ ഇംഗ്ലീഷിൽ വാവ് എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പോൾ ഇതിനാ സാധാരണ തെറ്റിക്കുന്ന കാര്യം എന്താണ്? പലരും തെറ്റിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ വാ എന്ന് പറയും. വാ എന്ന് പറയും. വാ എന്ന് പറയും. അങ്ങനെയല്ല, വാ ചുണ്ട് വട്ടത്തിലാവണം. ഒന്ന് വാവ് പറയുമ്പോഴും ചുണ്ട് വട്ടത്തിലാവണം. ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിക്കുമ്പോൾ ഹർക്കത്തുകൾ പഠിപ്പിക്കും.
അപ്പോൾ പറയും ലൊമ്മ് പഠിപ്പിക്കും. ലൊമ്മ് ഉദാഹരണത്തിന് ഹംസക്ക് ലൊമ്മിട്ടാൽ എന്താ വായിക്കുക? ഉ. ബായ്ക്ക് ലൊമ്മിട്ട് കഴിഞ്ഞാൽ ബു. അപ്പോൾ അവിടെയൊക്കെ ചുണ്ടുവട്ടത്തിലാണ്. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ചുണ്ടുവട്ടത്തിലാവേണ്ടത്. ഒന്ന് വാവ് പറയുമ്പോൾ ചുണ്ടുവട്ടത്തിലാവണം, പിന്നെ ലൊമ്മ് പറയുമ്പോഴും ചുണ്ടുവട്ടത്തിലാണ്. ലൊമ്മിൽ നമുക്ക് പിന്നെ പഠിപ്പിക്കാം. അപ്പം അങ്ങനെ അക്ഷരം എന്ന് പറഞ്ഞു നോക്കിയേ. വാവ്. അങ്ങനെ ചുണ്ട് ആദ്യം കൂർപ്പിക്കുക. അതാ വാവ് എന്ന് പറഞ്ഞു നോക്കിയേ. കറക്റ്റ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് പറഞ്ഞേ. വാവ്. ഓക്കെ Wow. ഓക്കെ വാവ്. ഓക്കെ. വാവ്. ഒന്നുകൂടെ. വാവ്. വാവ്. അവിടെയും ചുണ്ട് ലാസ്റ്റ് വരുമ്പോഴും ചുണ്ടൊന്ന് കൂർപ്പിക്കണം. വാവ്. ഓക്കെ. എന്തുകൊണ്ട് രണ്ട് സമയത്ത് ചുണ്ട് കൂർപ്പിക്കുക പറയാനുള്ള കാരണം എന്താ? ഈ അക്ഷരത്തെ നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. എന്താണ്? വാവ്. രണ്ട് സ്ഥലത്ത് വാവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വാവ് എന്നതിനെ നിർത്തണം എന്ന് പറയുന്നത്. അല്ലാതെ വാവ് എന്നല്ല. വാവ് അല്ല, വാവ്. ഓക്കെ. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ. വാവ്. ഓക്കെ. വാവ്. നിങ്ങൾ സ്റ്റാർട്ടിങ് ശരിയായില്ല. വാവ്. വാ ചുണ്ടന് കൂട്ടിക്കോ. വാവ്. ഒന്നുകൂടെ. വാവ്. നിങ്ങൾ വാവ്. വാവ്. അങ്ങനെ വാവ്. വാവ്. ഓക്കെ. വാവ്. ഒന്നുകൂടെ. വാവ്. വാവ് എന്നായി പോയത്. വ് എന്ന് നമ്മൾ അതിനെ നമ്മൾ അമർത്താന്ന് പറയാം. അങ്ങനെ അമർത്തരുത്. വാവ്. 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 ഓക്കെ. വാവ്. ഒന്നുകൂടെ. വാവ്. ഓക്കെ. വാവ്. ഓക്കെ. വാവ്. ഒന്നുകൂടെ. വാവ്. ചുണ്ട് കൂർക്കുന്നില്ലല്ലോ. അങ്ങനെ ഒന്നുകൂടെ. വാവ്. ആ നിങ്ങൾ ആദ്യം പറഞ്ഞ വാവ് ആ ഒരു കുളത്തെയാണ് പറഞ്ഞത്. വാ എന്ന് തന്നെ ആവണം. വാ. വാവ്. ഓക്കെ. Wow. Alam. വാവ്. ഓക്കെ. ഈ സിമ്പിൾ അല്ലേ? പറഞ്ഞു. ഈ അക്ഷരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായില്ലേ? വാവ്. നമ്മൾ എഴുതിയിട്ടില്ലല്ലേ അക്ഷരം? അക്ഷരം എങ്ങനെ എഴുതുക? ഇവിടം വരെ വരയുടെ മുകളിൽ, അത് കഴിഞ്ഞാൽ വരയുടെ താഴെ. വാവ്. ഓക്കെ. ഇപ്പം എത്ര അക്ഷരമായി ഇന്ന്? അടുത്തോ? 1 2 3 4 5 6 7 8 9 അക്ഷരമായി. ഇത് അക്ഷരം കൂടിയാൽ നിങ്ങൾ കാണാതെ പഠിക്കത്തില്ല എന്നുള്ളതാണ് ഒരു പേടി. അക്ഷരങ്ങൾ സിമ്പിളാണ്, പക്ഷെ നമുക്ക് അതല്ല പ്രധാനം. തുടങ്ങിയാൽ അവസാനം വരെ ക്ലിയർ ആയിട്ട് പറയണം. ഈ പഠിച്ച ഇത്രയും അക്ഷരങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഓർഡറായിട്ട് പറയാൻ പറ്റുമോ കാണാതെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ബോർഡിലില്ലാതെ ട്രൈ ചെയ്ത് നോക്കിയേ. ആദ്യം പഠിച്ച അക്ഷരം എന്ന് ഏതാ? അല്ലല്ല, ഇന്ന് പഠിച്ച ആദ്യത്തെ അക്ഷരം ഐൻ. അടുത്ത അക്ഷരം അറിയാവുന്നൊരു കൈ വയ്ക്കുക. അടുത്ത അക്ഷരം ഏതാ? ഗൈൻ. അടുത്ത അക്ഷരം ഫ. ബോർഡിലേക്ക് നോക്കാതെ ട്രൈ ചെയ്ത് നോക്ക്. ഫ. അടുത്ത അക്ഷരം ഓഫ്. അടുത്ത അക്ഷരം കാഫ്. അടുത്ത അക്ഷരം ലാം. അടുത്തത് മീം. അടുത്തത് നൂൻ. അടുത്തത് വാവ്. ഇവിടെ മതിയോ? ഇനി 3 ഹാ ഹംസയ 3 അക്ഷരമുള്ള എടുക്കാല്ലേ? അടുത്ത ആഴ്ച എടുക്കണോ? ഒരു വോട്ടിംഗ് എടുത്ത് നോക്കാം. 3 അക്ഷരമേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ വാക്ക് തരണം. എന്ത്? ഇനി ഇതേപോലെ കാണാതെ കേൾപ്പിക്കണം എന്നുള്ളത്, ബോർഡില്ലാതെ. ഇനി അടുത്ത അക്ഷരം ഏതാ? വാവ് കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ഹ. അടുത്ത അക്ഷരം ഏതാണ്? ഹ. ഈ അക്ഷരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീം എഴുതി കാണിച്ചില്ലേ? അത് എഴുതിയപ്പോൾ തന്നെ വ്യത്യസ്ത രീതിയിൽ എഴുതും. അതിലൊരു ശൈലിയാണ് ഇങ്ങനെ, അടുത്ത ശൈലിയാണ് ഇങ്ങനെ, അടുത്തൊരു ശൈലിയാണ് ഇങ്ങനെ. ഇത് ഈ 3 രീതിയിലും ഹാ വരും. അപ്പോൾ എവിടെ ഹാ കണ്ടു കഴിഞ്ഞാലും ഇതാണ് മനസ്സിലാക്കുക. എച്ച്. അത് നമുക്ക് ഇപ്പോൾ ശരിയാക്കി തരാം. എങ്ങനെ ഹാ എന്നുള്ളത് പറയേണ്ടത് എങ്ങനെയാണെന്ന്. അത് ചോദിച്ചത് നന്നായി. ലാമലിഫ് കുറച്ചും കൂടെ നീട്ടിയാണ് എഴുതുക. മനസ്സിലായോ? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് എഴുതുക ലാമലിഫ്. മാത്രമല്ല ഇനി ഈ ഹായ്ക്ക് 2 പുത്തു വന്നാൽ എന്തായി? തായായിട്ട് വരും. അതറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഹാ ഈ 3 രീതിയിൽ എഴുതും. ഒന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എഴുതും. ഓക്കെ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ ഇവിടെ. ഓക്കെ. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് ഫീഡ് ചെയ്താൽ മതി. മനസ്സിലായി? അങ്ങനെ. അക്ഷരം ഏതാണ്?
ഹ. ഇത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹംസ ഹ, ഈ രണ്ട് അക്ഷരങ്ങൾ ഒരേ സ്ഥലത്ത് നിന്ന് എവിടെ നിന്ന് വരുന്നത്? തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്, തൊണ്ടയുടെ താഴെ അറ്റത്തുനിന്ന്. ഹ എന്താ പറയേണ്ടത്? ഹായല്ല. ഇപ്പം ആവശ്യമില്ലാതെ ഹായൊക്കെ വരുന്നുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങക്ക് തൊണ്ടയുടെ താഴെ അറ്റം. അത് വയറ്റുന്നോ? ഇല്ലോ, വയറുപാടിന് ബന്ധമില്ല. ഇഹ്ദീന 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 പറയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടല്ലേ വേറിലൊക്കെ. അതിൻ്റെ മഹ്റജ് ഇതാണ്. പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യരുത്? പഴുതിലധികം ബലം പിടിക്കരുത്. ഹോ എന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ഹ ഹ. നമ്മൾ ഇംഗ്ലീഷിൽ എച്ച് എ എങ്ങനെയാ ഉച്ചരിക്കല്? എച്ച് എ ഹ ഹ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നുകൂടെ ഒന്നും കൂടെ. ഓക്കെ. നിങ്ങൾ പറയുമ്പോൾ സൗണ്ട് ഇല്ലാത്ത എന്താ? അങ്ങനെ കേക്കട്ടെ. ഒന്നുകൂടെ. ഇടയിലൊരു ഹ് എന്ന് വന്നിട്ട് ഒന്നുകൂടെ. ഓക്കെ. ഒന്നുകൂടെ. നമ്മള് ഒച്ച എടുക്കുന്നതിനേക്കാളും കുറെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മഹ്റജിൽ നിന്ന് കറക്റ്റ് വരിക. ഒന്നുകൂടെ. ഓക്കെ. ഒന്നുകൂടെ. ഓക്കെ. 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 എന്ത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നല്ല ജീവനായിരുന്നല്ലോ, ഈ ആഴ്ച ഒരു ചായ പിടിക്കാത്തതാണോ? ഒന്നുകൂടെ. ഓക്കെ. നിങ്ങളത് പറഞ്ഞു നോക്കുന്നോ? ഇദ്ദേഹം പഠിപ്പിക്കേണ്ട ആളാണ്. ഒന്നുകൂടെ. ഓക്കെ. അല്ലേ? ആണോ? ഞാൻ ആദ്യമായിട്ടാണ് ആളാണ്. ഓക്കെ. കറക്റ്റ് അതന്നെ, ഇങ്ങനെ തന്നെ, മോളിൽ തന്നെ. ഇത് മറ്റേ ഹാ എഴുതുമ്പോൾ ഇല്ല, ഇത് തന്നെ കറക്റ്റ്, ഇങ്ങനെ തന്നെ. അപ്പോൾ ഓക്കെ. ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഹ. ഈ അടുത്ത അക്ഷരം പറയുമ്പം ഈ അക്ഷരം നമുക്ക് ഉപകാരപ്പെടും. അടുത്ത അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഹംസ എന്നാണ്. ഹംസ അല്ല, ഹംസ. അവിടെയും ഈ ഹ വരണം. ഞാൻ അതിനെ പിരിച്ചെഴുതി കാണിച്ചു തരാം. ഹംസ. ഈ അക്ഷരം നിങ്ങൾക്ക് പരിചയമുണ്ടോ? സ. നമ്മൾ ഈ സായാണ്. ഈ അക്ഷരം പരിചയമുണ്ടോ? തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ അക്ഷരം. ഈ അക്ഷരം ഏതാണ്? മീമ്. ഈ അക്ഷരം പിന്നെ തായാണ്. പക്ഷെ നമ്മൾ വഖഫായിട്ട് ഇത് ഹായായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇതിനെ ഹായായിട്ട് പരിഗണിക്കുക. അപ്പൊ ഹംസ. അവസാനം ഹ് ഉണ്ട്. ഹംസ. അത് കഴിഞ്ഞില്ല, ഏറ്റവും ലാസ്റ്റാണ് യാ. അപ്പൊ ഹംസ. അപ്പൊ ഈ അക്ഷരം പറയുമ്പോൾ ഏതൊക്കെ അക്ഷരം ശ്രദ്ധിക്കണം? ഒന്ന് ഹ ശ്രദ്ധിക്കാനുണ്ട്, സ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ മനസ്സിലായോ? ഇത് നമ്മൾ അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ്? ഇത്രയേ ഉള്ളൂ, അക്ഷരം ഇത്രയേ ഉള്ളൂ. പക്ഷെ കാണാൻ നിസ്സാരനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര അക്ഷരം ഉണ്ട് നോക്കിയൊക്കെ. ഹ ഉണ്ട്, മീമുണ്ട്, സ ഉണ്ട്, വീണ്ടും ഒരു ഹ ഉണ്ട്. ഹംസ. ഹംസ. അത് ചില ആൾക്കാർ തെറ്റിച്ച് എങ്ങനെ പറയലുണ്ട്? അംസ അംസ എന്ന് പറയും. അംസ അല്ല, ഹംസ. ഹ എന്ന് പറഞ്ഞേ. പിന്നെ ഹംസ എന്നുള്ളതോ? പക്ഷെ ഈ ഹംസ എന്ന് പറയില്ല എന്നേ ഉള്ളൂ. അതിന് ഹർക്കത്തിട്ടിട്ടാ പറയല്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. ഇനി ഞാൻ ഇതെത്ര അക്ഷരങ്ങളാണ്? 28 അക്ഷരങ്ങൾ എഴുതിയത്. ഞാൻ ഇനി അടുത്ത അക്ഷരം കൂടെ എഴുതി കാണിച്ചിട്ട് ഒന്നുകൂടെ എണ്ണിപ്പിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഒരു കളിയുണ്ട്. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഇപ്പോൾ വീണ്ടും ഹായിലേക്ക് പോയോ നിങ്ങൾ? ഹംസ. എന്താ? അതാണ് പറഞ്ഞത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. 28 അക്ഷരമുള്ളത് 29 ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച്. അലിഫിന് ഫതഹിട്ടാലും ഹംസക്ക് ഫതഹിട്ടാലും ഉച്ചാരം ഒന്ന് തന്നെ. അക്ഷരത്തിൻ്റെ പേരിലെ വ്യത്യാസമേ ഉള്ളൂ. അത് പറയാൻ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കാര്യം കിട്ടിയ പ്രശ്നമാണ്. അല്ല, പേരായിട്ട് ഇരുന്നത് ഹംസയാണ്. അവിടെ ഹായാണ് വരുന്നത്. അതാണ് വ്യത്യാസം. നമുക്ക് പിന്നെ മലയാളത്തിൽ ഹായ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹംസ എന്ന് പറയുന്നതാണ്. ഹംസയാണ് പേരായിട്ട് നമ്മൾ പറയുമല്ലോ, ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അത് ഹ, അവിടെ ഹായാണ്. ഹ ഈ ചങ്ങായിയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച അക്ഷരം ഏതാണ്? ഹംസ എന്ന് പറഞ്ഞേ. ഹംസ. ഹംസ.
ഈ സായും ശരിയാവണം, ഹായൊക്കെ ശരിയാവണം. ഏത്? ഇത് ഹംസ എന്നാ വായിക്കുക? അല്ലല്ല. നിങ്ങളെന്താ വിഷയം? ആ എന്നാണ് വായിക്കണമെന്നാണ് ചോദിക്കുന്നത്? അല്ലല്ല, ആ വായിക്കുന്നത് ഫത്തഹിട്ടാലാണ്, അല്ലെങ്കിൽ ഹംസ തന്നെ പറയണേ. ഈ അക്ഷരത്തിന് ഈ അക്ഷരത്തെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഈ കുളത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ്? ഹംസ. ഈ അക്ഷരത്തിന് ഫതഹോ എന്ന് കഴിഞ്ഞാൽ ആന്ന് വായിക്കും. ഏതുപോലെ? ഇതിന് ഫതഹ് ഇട്ട് കഴിഞ്ഞാൽ ആന്ന് വായിക്കുന്നത് പോലെ തന്നെ. അത് ഹംസ. ഹംസ. ഇത് ഹംസ. ഓക്കെ. അപ്പൊ ഇത് ഹർക്കത്തുകൾ വരുമ്പോൾ ഉച്ചാരണത്തിന്റെ ശൈലി വേറെയാണ്. ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് അക്ഷരത്തിന്റെ പേരായിട്ട് പഠിപ്പിക്കുകയാണ്. ഓക്കെ, കേട്ടില്ല? ലൈനിന്റെ മേലെ ഈ ഒരു വര ഉണ്ടല്ലോ, ഇത് താഴത്തേക്ക് ആക്കിയാൽ മതി എഴുതുമ്പോൾ. നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞല്ലോ ഇൻഷാ അല്ലാഹ്. ഇത് അക്ഷരങ്ങൾ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ അക്ഷരത്തിന്റെ പേരെന്താ? ലാസ്റ്റ് പഠിച്ച അക്ഷരത്തിന്റെ പേര് ഹംസ. ഇപ്പോഴും ആരോ ഹാ എന്നൊക്കെ പറയുന്നുണ്ട്. ഹംസ. ഹംസ. ഇനി നമ്മൾ ലാസ്റ്റ് അക്ഷരത്തിലേക്ക് കടക്കാണ്. ഏത് അക്ഷരം? യ. യ. ഈ അക്ഷരം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇതേപോലെ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ കാണും. ഇതും യാ ആണെന്ന് മനസ്സിലാക്കണം. ചില ഖുർആനിൻ്റെ ലിപികളിൽ ഇങ്ങനെ എന്തെങ്കിലും കാണലുണ്ട്. ഇതും യാ ആയിട്ട് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇങ്ങനെ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. അപ്പം അതും യാ തന്നെയാണ്. സാധാരണഗതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. അതാ ഇവിടെ കണ്ടില്ലേ ഈ സാധനം? ഇത് യാ തന്നെയാണ്. കാണുന്നുണ്ടോ? അല്ലേ? ഇത് ചിലപ്പോൾ ചേർത്ത് ഇങ്ങനെയൊക്കെ എഴുതും. ഇതൊക്കെ ഇല്ലേ യായാണ് ഈ സാധനം. അത് ചില ഖുർആനുകളിൽ ഇങ്ങനത്തെ ഉപയോഗിക്കുക. എല്ലാ ഖുർആൻ്റെ ലിപി ഏകദേശം ഒരുപോലെയല്ല. എഴുത്തിൻ്റെ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരലുണ്ട്. അത് നമുക്കിനി ഹർക്കത്തുകൾ പഠിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണത്. അപ്പം ഇതും എന്താണ്? യാ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. യാ. ഇതൊന്ന് പറഞ്ഞു നോക്കി. ഈ യാ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വൈ എ ഇട്ട് എന്താ വായിക്കുക? വൈ എ. യാ. ഓക്കെ. യാ. ലൈന് ഈ പറഞ്ഞ ഈ ഭാഗം വരയുടെ മുകളിൽ വരെ വരണം, ബാക്കി താഴത്ത്. ഓക്കെ. അത് ചേർത്ത് എഴുതുമ്പോഴാണ് വരുന്നത്. സെപ്പറേറ്റ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് യാ എഴുതുക. ചേർത്ത് എഴുതുമ്പോഴുള്ളത് ഉദാഹരണത്തിന് എഫ് അലൂൻ എന്ന് എഴുതുമ്പം ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇത് യാ. ചേർത്ത് എഴുതുമ്പോഴുള്ള വ്യത്യാസം വേറെയാണ്. അതാണ് വിഷയം. ഇപ്പം നിങ്ങൾ എണ്ണി നോക്കിയേ, ഈ അക്ഷരം എത്ര ഉണ്ടെന്ന് നോക്കി എണ്ണി നോക്കിയേ. 29 ആയെന്ന് ഉറപ്പുണ്ടോ? ഒന്നും ഉറപ്പില്ലാത്ത ആൾക്കാർ ഒന്ന് എണ്ണി നോക്കിയാൽ മതി. നമ്മൾ 28 എന്ന് പറഞ്ഞു, പക്ഷെ പഠിപ്പിച്ചപ്പോൾ 29 അക്ഷരം പഠിപ്പിച്ചിക്കണമെന്ന് നോക്കിയേ. 29 ഉണ്ടോ? എല്ലാവരും ഒന്ന് എണ്ണി നോക്കുക, അപ്പോഴേക്ക് ഉറപ്പ് വരുള്ളൂ. 29 ഉണ്ട്. എന്താണ് 28 എന്ന് പറഞ്ഞു ചെയ്തു, പഠിപ്പിച്ചപ്പോൾ 29 ആയത്. ഈ രണ്ട് അക്ഷരങ്ങളെ, ഈ അലിഫ് ഹംസ, ഈ രണ്ട് അക്ഷരങ്ങളെ ഒന്നായിട്ട് എണ്ണുന്ന ആൾക്കാരുണ്ട്, സെയിം ആണെന്ന് എണ്ണുന്ന ആൾക്കാരുണ്ട്. അവരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് എന്ത് 28 അക്ഷരം. എന്നാൽ ചില ആൾക്കാർ പറയും അറബിയിൽ 29 അക്ഷരമുണ്ട്. ആരെയും വെടി ഒഴിക്കാതെ നിൽക്കേണ്ട. 29 എന്ന് പറയുമ്പോൾ എന്ത്? രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എണ്ണുന്നതാണ്. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? അലിഫിൻ്റെ പ്രത്യേകത, അലിഫിന് ഒരിക്കലും ഹർക്കത്ത് ഉണ്ടാവില്ല. ഞാൻ ഹർക്കത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരണ്ട. ഫതഹ്, കസർ, ദമ്മ്, ഇരട്ട ഫതഹ്, ഇരട്ട കസർ, ഇങ്ങനെ കുറേ അക്ഷരങ്ങൾക്ക് മുകളിലും താഴെ ഇടുന്ന സാധനങ്ങളുണ്ടല്ലോ, അവകൾക്കാണ് ഹർക്കത്ത് എന്ന് പറയാം. ഒരു ഹർക്കത്തും ഇല്ലാത്ത വെറും വടിയായിട്ട് വരുന്ന സാധനത്തിൻ്റെ പേരാണ് അലിഫ്. മനസ്സിലായോ? ഇനി ഈ അലിഫിന് എന്തെങ്കിലും ഹർക്കത്ത് വന്നാൽ പിന്നെ അതിൻ്റെ പേര് അലിഫ് എന്നല്ല, പിന്നെ എന്താ ഈ പേര് മാറി? ഹംസ എന്നായി മാറും. സംഭവം ഞാൻ ഇതിട്ടു, ഇത് കാലിയായി കിടക്കുമ്പോഴാണ് ഇതിൻ്റെ പേരെന്ത്? അലിഫ്. ഇതിന് ഫതഹിട്ട എന്താ വായിക്കുക? ഇപ്പം ഇതിൻ്റെ പേരെന്താ? അലിഫാണോ? അല്ല. എന്താണ് പേര്? സാധനത്തിൻ്റെ പേരെന്തായി? ഹംസയിലേക്ക് മാറി. അലിഫ് എപ്പോഴും ഹർക്കത്തുകളിൽ നിന്ന് ഒഴിവായിരിക്കും. അലിഫിന് എന്തെങ്കിലും ഹർക്കത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേര് ഹംസ എന്നായി മാറും. ഉച്ചാരണം ശരിയാണ്. എന്ത്? അലിഫിന് ഫതഹിട്ട് കഴിഞ്ഞാലും തന്നെ വായിക്കുക, ഹംസക്ക് ഫതഹിട്ടാലും തന്നെ വായിക്കുക. ഞാൻ പറഞ്ഞുതരാം. എന്താ വായിക്കുക?
കോല. കോലയിൽ നമ്മൾ നീട്ടാനുള്ള കാരണം എന്താ? ഈ അലിഫ് വന്നതുകൊണ്ടാണ്. അപ്പം അലിഫ് സാധാരണഗതിയിൽ നീട്ടാൻ ഉപയോഗിക്കുക. ഇനി അല്ലാതെ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരു വൽ ഖമരി, വൽ ഖമരി. ഇവിടെ അലിഫുണ്ട്. ഈ അലിഫിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നീട്ടുവോ? വാൽ ഖമരി എന്ന് പറയത്തില്ല, വൽ ഖമരി എന്നാ പറയാ. അലിഫ് അവിടെ വെറുതെ കിടക്കും. അപ്പം നമ്മൾ അലിഫ് സാധാരണഗതിയിൽ നീട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഏതുപോലെ? ഖാലയിലുള്ളതുപോലെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ വെറുതെയും കാണും. കേട്ടില്ല? ന്യൂ. ആ ന്യൂ. ആ ഓക്കെ. നോളജ്. ആ അത് എല്ലായിടത്തും സൈലന്റ് അല്ലല്ലോ. അൽ ഖമറിന്റെ തൊട്ടുമുമ്പ് വാവ് വരുമ്പോൾ അത് വീണു പോകും. ഇതൊക്കെ നമ്മൾ നിയമമായിട്ട് ബന്ധപ്പെട്ടാണ്. ഷംസിയ ഖമരിയയുടെ നിയമം വരും. അപ്പം അതിനകത്ത് പറയുന്നതാണ്. ഇപ്പം ഞാനിത് ജസ്റ്റ് നീട്ടാൻ വേണ്ടി മാത്രമല്ല, ചിലപ്പോൾ അത് വെറുതെയും വരും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ വ്യത്യാസം എന്താണ്? ഹംസയും അലിഫും ഹംസയും നമ്മൾ വ്യത്യാസം എന്താണ്? അലിഫ് എപ്പോഴും ഹർക്കത്തുകളിൽ നിന്ന് ഒഴിവായിരിക്കും. അലിഫിന് എന്തെങ്കിലും ഹർക്കത്ത് വന്നാൽ, ഇനി ഹർക്കത്ത് നമ്മൾ പഠിപ്പിക്കുന്ന തൊട്ടടുത്ത് പഠിപ്പിക്കാനുള്ള അതാണ് ഹർക്കത്ത്. നമ്മൾ എളുപ്പത്തിനൊരു 10 ഹർക്കത്ത് നമ്മൾ പഠിപ്പിക്കും. അതിൽ ഏതെങ്കിലും ഒരു ഹർക്കത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരെന്തായി? ഹംസ എന്നായിട്ട് മാറും. ഓക്കെ. അപ്പം ഞാൻ കേട്ടില്ല? ഇതല്ലേ? നിങ്ങൾ ആ സമയത്ത് വന്നിട്ടില്ല. ഇത് ഞാൻ വലുതാക്കിയിട്ട് കാണിച്ചു തരാം. ഇതിനെ ചെറുതാക്കി ഇടുന്നതാണ്. കാഫ് എന്നുള്ളത് ഈ കോലത്തിൽ എഴുതലുണ്ട്, മനസ്സിലായോ? അപ്പം അതിനൊന്ന് ജസ്റ്റ് ചെറുതാക്കി ഇട്ടുന്നേ ഉള്ളൂ. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അദ്ദേഹം ചോദിച്ച കാര്യം മനസ്സിലായില്ലേ? ഇതെന്ത് കുന്താണെന്നാണ് ഈ സാധനം. ഹംസയല്ല. അങ്ങനെ ചെറ്റിച്ചരിച്ച ആൾക്കാരുണ്ടല്ലേ? കാണിച്ച അത് ഹംസ, യഥാർത്ഥത്തിൽ ഹംസയല്ല. അത് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഹംസയായിട്ട് കാണലുണ്ടോ? അത് അത് ഹംസ. ഇത് യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് തെറ്റിച്ചരിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, കാഫ് ഇങ്ങനെ എഴുതലുണ്ട്. ഇതിനെ ചെറുതായിട്ട് ഇവിടെ എഴുതി വെച്ചാന്നേ ഉള്ളൂ. ഈ കാഫിനെ ഇവിടെ ചെറുതാക്കി വെച്ച്. ഇതും ഹംസ ഒന്നാണോ? ഹംസ എഴുതുന്നത് ഇങ്ങനെയാണ്. കാഫ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ കാഫിനെയാണ് ചെറുതാക്കി ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ വരും. അത് ഇങ്ങനെ എഴുതലുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആക്കിയത്. മനസ്സിലായോ? ഇതാ വ്യത്യാസം. ഹംസ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഹംസയാണോ, അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലേ? അത് ഹംസ. ഉലായിക്കയിലെ ഈ ആയിരിക്കും നിങ്ങൾ ഹംസ കൊണ്ട് ഉദ്ദേശിച്ചത്. കാഫിൽ ഹംസയായിട്ട് യാതൊരു ബന്ധമില്ല അതിന്. കാഫിൽ ഹംസന്റെ ആവശ്യമില്ലല്ലോ. ചോദിച്ചോളൂ, സംശയങ്ങൾക്ക് സധൈര്യം ചോദിക്കാം. ഇനി അതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഇനി അതാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മളിപ്പോൾ ഹംസ എന്താന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഹംസ എന്താന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഹംസ എഴുതുക. എന്നാൽ ചില അക്ഷരങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഖുർആനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കാണാം വാവിന് മുകളിൽ ഹംസ, യാഇന് മുകളിൽ ഹംസ, അലിഫിന് മുകളിൽ ഹംസ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ താഴെ ഉണ്ടാവും. ഈ ഹംസ ഏതെങ്കിലും അക്ഷരത്തിൽ ഇട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അക്ഷരം ഹംസ ആയിട്ട് മാറി. ഇപ്പം ഇവിടെ ഏത് അക്ഷരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയരുത്? വാവു എന്ന് പറയരുത്. എന്തുകൊണ്ട് പറയരുത്? ഇതിന് മുകളിൽ ഹംസ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേര് ഒരിക്കലും എന്തായില്ല? വാവല്ല. ഉലായിക്ക എന്നുള്ള വാക്ക് നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കി വയ്ക്കും. അവിടെ നിങ്ങൾ വാവിലായിരിക്കും കാണുക. ഉലായിക്കയിലെ, മനസ്സിലായോ? ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഈ വാവിന് മുകളിൽ കാണും, യാഇന് മുകളിൽ കാണും, അലിഫിന് മുകളിലോ താഴെയായിട്ട് ഹംസ ഇടും. ഹംസ ഏതെങ്കിലും അക്ഷരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കുക, പിന്നെ അത് ഹംസയാണ്. പിന്നെ മറ്റേ അക്ഷരം, മെയിൻ അക്ഷരത്തെ പരിഗണിക്കത്തില്ല. ഒന്ന് തന്നെ. അത് എഴുത്തിൻ്റെ ഒരു നിയമമാണ്. ഖതഇയായ ഹംസയും അത് ഖതഇയായ, ഇപ്പം എൻ്റെ പേര് അർഷദ് എന്നാണ്. ഔലായിക്കിലെ യാ ആണല്ലേ? ഓക്കെ. വേറൊരു വാക്ക് എനിക്ക് ഓർമ്മ, ഇതൽ മൗഊദത്തു എടുക്കും. മറ്റേ നമ്മളെ ഇതശംസുക്കൂരത്ത് തന്നെയല്ലേ ഇതൽ മൗഊദത്തുത. ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഹംസ ഇട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ വാവിട്ടിട്ടാണ് ഇടുക. ഞാൻ എവിടെയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യമുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഇതിപ്പോൾ ഈ ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ
ഇങ്ങനെ വരലുണ്ട്, ചില സമയത്ത് ഹംസ ഇല്ലാതെ വരലുണ്ട്. അത് അറബീൻ്റെ നിയമത്തിൽ എഴുത്തിൻ്റെ നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ സ്ഥലങ്ങളിലും അലിഫിന് മുകളിൽ എന്ത് ഇടൂല, ഹംസ ഇടൂല. ഇപ്പം എൻ്റെ പേര് അർഷദാണ്. ആ അർഷദിൻ്റെ അലിഫ് ഖത്ഈയായ അലിഫാണ്, ഹംസയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാത്ത അറബിയുടെ നിയമം. അബൂബക്കർ ഇടും. അബ്ദുറഹ്മാൻ എവിടെ? ഞാനുണ്ടല്ലോ. അത് അബ്ദുറഹ്മാൻ അല്ല, അബ്ദുറഹ്മാനാണ്, ഐനാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തൽക്കാലം ഒഴിവാക്കുക. ഇത് എവിടെ ഹംസ ഇടണം എന്നുള്ളത് അല്ലാതെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതോടുകൂടി നിങ്ങൾക്ക് സംശയം മനസ്സിലായില്ല. അതൊരു ചില അലിഫുകളുണ്ട്, അത് ഇടയിൽ വീണു പോകുന്ന അലിഫുകളായിരിക്കും. അത് കൂട്ടി ഓതുമ്പം, ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, വൽ ഖമരി ഞാൻ നേരത്തെ എഴുതി, അവിടെ ഒരു അലിഫ് ഉണ്ടായിരുന്നു. ആ അലിഫിനെ നമ്മൾ ഉച്ചരിച്ചോ, അത് ഉച്ചാരണത്തിൽ വീണുപോയി. അങ്ങനെയുള്ളതിൽ ഹംസ എഴുതൂല. ഒരിക്കലും വീണു പോവാത്ത, ഉച്ചാരണത്തിൽ ഒരിക്കലും വീണു പോവാത്ത അലിഫുകൾക്കാണ് എന്ത് ഇടുന്നത്, ഹംസ ഇടുന്നത്. ഇനി അർഷദ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര്, ഈ അർഷദിൻ്റെ ഹംസയുടെ മുമ്പിൽ ഏത് അക്ഷരം വന്നാലും ചേർത്ത് വായിക്കുമ്പോഴാട്ടെ എപ്പോഴും ഹംസയിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹംസ ഇടും. അതൊരു എഴുത്തിൻ്റെ നിയമം വെച്ച് നിർബന്ധമാണ്. പക്ഷെ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വായനയിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരത്തില്ല. എഴുത്തിൻ്റെ നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹംസ ഇടലാണ്, അങ്ങനെയാണ് വേണ്ടത്. ഇനി ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ തല്ലാനും കൊല്ലാനും പോകണ്ട, ഇട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ വായിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എഴുത്തിൻ്റെ നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഇന്ന് കുറച്ച് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു തോന്നുന്നുണ്ട്, അത് വേണ്ട തൽക്കാലം. അപ്പം ഇനി ഇതിനകത്ത് സംശയമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഹംസയും അലിഫും നമ്മൾ വ്യത്യാസം എന്ന് പറയാൻ പറ്റുമോ? ആരാ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ കൈ വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം അതേപോലെ ഒന്ന് പറഞ്ഞോളി. അലിഫ് എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ട് അതിന്റെ മേലെ എന്തുണ്ടാവൂല, ഹർക്കത്തുണ്ടാവില്ല. ഹർക്കത്ത് വന്നാൽ ഹംസയായി മാറും. ഇത് നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ അലിഫ് എപ്പോഴും ഹർക്കത്തുകളിൽ നിന്ന് ഒഴിവായിരിക്കും. അലിഫിന് എന്തെങ്കിലും ഹർക്കത്ത് എന്ന് വന്നാൽ അതിൻ്റെ പേര് ഹംസ. അപ്പം ഞാൻ ഇനി ഇടക്കിടക്ക് നിങ്ങളെ പരീക്ഷിക്കും. ഖുറാനിൽ ഇതേപോലെ അലിഫിന് എന്തെങ്കിലും ഹർക്കത്ത് വന്നത് വെച്ചിട്ട് ഞാൻ പറയും ഈ അക്ഷരത്തിൻ്റെ പേരെന്താന്ന് ചോദിക്കും, എന്തെന്ന് പറയരുത്, അലിഫ് എന്ന് പറയരുത്. ഹർക്കത്ത് ഇത്ര നോക്കിയാൽ മതി. അലിഫിന് മുകളിലോ താഴെയായിട്ട് എന്തെങ്കിലും ഹർക്കത്ത് ഉണ്ടോ എങ്കിൽ അതിൻ്റെ പേര് ഇനി എന്തല്ല, അലിഫ് എന്നല്ല, ഹംസ എന്നായിരിക്കും. ഇതോടുകൂടി നമ്മൾ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇനി എനിക്ക് ഈ അക്ഷരങ്ങൾ മണിമണിയായി ക്ലിയറായി ഓർഡറായിട്ട് കാണാതെ പറഞ്ഞ് കേൾപ്പിക്കണം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പഠിച്ചോളി, പഠിച്ചിട്ട് ക്ലിയറായ ആൾക്കാർ എന്നെ കേൾപ്പിക്കുക. ഇനി നമുക്ക് വീഡിയോ ഓഫാക്കാം, ക്ലാസ് നിർത്താം.